കേരളത്തിൻ്റെ 18ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേള IDSFFK ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്ര മേഖലകളിലെ മികച്ച സൃഷ്ടികളെ ആഗോള പ്രേക്ഷകരുമായി ബന്ധിപ്പിക്കുന്ന കേരളത്തിൻ്റെ ഒരു അഭിമാന ചലച്ചിത്ര വേദിയാണ് ഈ രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേള. തിരുവനന്തപുരത്ത് കൈരളി, ശ്രീ, നിള തിയേറ്ററുകളിലായിട്ട് മേള സംഘടിപ്പിക്കാനാണ് അതിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ മേള നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രങ്ങൾക്കായിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരേ ഒരു രാജ്യാന്തര ചലച്ചിത്രമേള എന്ന സവിശേഷത നമ്മുടെ IDSFFK ഉണ്ട്, നമുക്ക് നിലവിലുണ്ട്. മറ്റൊന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്, എന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ മേളയിൽ പുരസ്കാരം നേടുന്ന ഡോക്യുമെൻ്ററി ചിത്രങ്ങൾക്ക് അക്കാദമി അവാർഡുകളുടെ ഓസ്കർ മത്സരത്തിലേക്ക് നേരിട്ട് പരിഗണിക്കുന്നു എന്നുള്ള സവിശേഷത ഉള്ളതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വേദി കൂടിയാണ് കേരളത്തിൻ്റെ രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേള. ഈ വർഷത്തെ മേളയിലേക്ക് ഇതിനകം 1741 എൻട്രികളാണ് ലഭിച്ചിട്ടുള്ളത്. 1741 എൻട്രികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും എന്നുള്ള എൻട്രികളുണ്ട്. മത്സര വിഭാഗം, മത്സരേതര വിഭാഗം, മലയാളം മത്സരേതര വിഭാഗം എന്നിവയിലേക്കുള്ള ഏറ്റവും മികച്ച ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ, അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സെലക്ഷൻ കമ്മിറ്റി വിവിധ വിഭാഗങ്ങൾക്കായി നമ്മൾ നിയോഗിച്ചിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി ഈ 1741 സിനിമകളും കാണുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ നിന്നും ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഈ സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളാണ് മേളയിലെ മത്സരങ്ങൾക്കായിട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ലോങ് ഡോക്യുമെൻ്ററി, ഷോർട്ട് ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിക്ഷൻ, ആനിമേഷൻ, മ്യൂസിക് വീഡിയോ, ക്യാമ്പസ് ഫിലിംസ് എന്നീ വിഭാഗങ്ങളിലാണ്. ഈ ഓരോ വിഭാഗത്തിനും പ്രത്യേക സെലക്ഷൻ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓരോ വിഭാഗത്തിലെ പ്രത്യേക സെലക്ഷൻ കമ്മിറ്റി ഈ സിനിമകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്നതിൻ്റെ കൂടി സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 2 മുതൽ 7 വരെ ഈ മേള സംഘടിപ്പിക്കുന്നത്. അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹായവും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ മാസം തന്നെ പ്രധാന അക്കാഡമിയിലെ എല്ലാം തലപ്പത്തേക്ക് അതിൻ്റെ ചുമതലയിലെ ആളുകൾ വരുന്നതിനുള്ള അവസാന ഘട്ട നടപടിയിലേക്ക് പോവുകയാണ്. IFFK പക്ഷേ അതിൻ്റെ പേരിൽ, അക്കാഡമിയുടെ നിയമനങ്ങളുടെ പേരിൽ IFFKയുടെ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് 1 IFFKയുമായി ബന്ധപ്പെട്ട എൻട്രികൾ ക്ഷണിക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 സിനിമകൾ ക്ഷണിക്കുന്നതിനുള്ള വിജ്ഞാപനം ഓഗസ്റ്റ് 1 നമ്മൾ പുറത്തിറക്കും. ഡിസംബർ, എല്ലാവർക്കും അറിയുന്നത് പോലെയുള്ള ഡിസംബർ മാസം ആദ്യം തന്നെ തിരുവനന്തപുരത്ത് തന്നെ, ആ കൺഫ്യൂഷനും കൂടെ ഞാൻ ഒരിക്കൽ കൂടി അവസാനിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കും. അതിനുള്ളിലല്ല, ഈ മാസത്തിൽ തന്നെ പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് അതിൻ്റെ ചുമതലക്കാരെ നിയോഗിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനവും വരും. അത് പ്രവർത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവും ഒക്കെ ആയിട്ട് തന്നെ വരും. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എല്ലാം വരും, ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവും എല്ലാം വരും.
സാഹിത്യ അക്കാദമി, അതുപോലെ KSFDC, ഈ അക്കാദമി, ഈ സ്ഥലങ്ങളിലായിരിക്കും കരാർ നിയമനങ്ങളുമായി വലിയ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ധനകാര്യ പരിശോധന വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് വരുന്നു. എന്താണ് ഫർദർ ആക്ഷൻ? അതെല്ലാം പരിശോധിക്കുകയാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് നിയമനങ്ങളുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും പരിശോധിച്ച് ആവശ്യമുള്ളത് നിലനിർത്തും, ആവശ്യമില്ലാത്തത് സ്ഥാപനങ്ങൾക്ക് ബാധ്യതയായി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കും. ആളുകൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനം പ്രവർത്തിക്കേണ്ട, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ പ്രവർത്തിക്കട്ടെ. ഇതാണ് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഈ ആളുണ്ടായതുകൊണ്ട് ഈ സ്ഥാനം ഉണ്ടാകണം. ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഓരോ സ്ഥാനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്, എന്നിട്ട് അവർ അത് കൊണ്ടുപോവുകയാണ്. അത് പറ്റില്ല. സ്ഥാപനത്തിൻ്റെ മെച്ചപ്പെട്ട നടത്തിപ്പിന് ഒരാളെ വേണം, അല്ലെങ്കിൽ ഒരാളുടെ അനിവാര്യതയുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ ആവശ്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കാം, 100-125 ആളുകളെയൊക്കെ പല സ്ഥാനത്തും വെച്ചിരിക്കുകയാണ്, പല സ്ഥാപനങ്ങളിലും. ഇവരെന്താ ചെയ്യണമെന്നുള്ളതൊക്കെ പരിശോധിക്കണ്ടേ? പരിശോധിച്ചിട്ട് അതിൽ ആവശ്യമുള്ള ആളുകളെ നിലനിർത്തും, ആവശ്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കും. അല്ല, അത് പരിശോധിക്കണം. ഞാനിപ്പം കയറി അതിനൊരു അഭിപ്രായം പറയുന്നില്ല. മെറിറ്റായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇനി അവരുടെ ഒന്നും പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഈ സർക്കാർ ഒരു മെറിറ്റുള്ള ഒരാളെ ഒരു സ്ഥാനത്ത് നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള ഒരു വൈരനിര്യാതന ബുദ്ധിയൊന്നുമില്ല, മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു മെറിറ്റും ഇല്ലാതെ ഈ സ്ഥാപനങ്ങളിലെല്ലാം ഇങ്ങനെ വ്യാപകമായി ആളുകളെ നിയമിച്ചിരിക്കുന്ന ഒരു സമീപനമുണ്ട്, ഒരു രീതിയുണ്ട്. അതിലൊരു മാറ്റം വരണം.